അനിഷേധ്യമാം വിധം സ്പഷ്ടമായിരിക്കുന്ന വചനഭാഗത്തെ വണ്ണസ്സുകാരുടെ മുമ്പിലേക്ക് നിരത്തിവെച്ചപ്പോൾ വചനത്തിലുള്ളതുപോലെ ഗ്രഹിച്ചൊരു മറുപടി പറഞ്ഞാൽ അവരുടെ ഉപദേശത്തിൻ്റെ അടിത്തറ പൊളിയുമെന്ന് കണ്ടപ്പോൾ അതിനെ മറ്റൊരു വിധത്തിൽ ചിത്രീകരിപ്പാൻ തുനിഞ്ഞത് നിമിത്തമായി അവരിതാ അബദ്ധത്തിൻ്റെ പടുകുഴിയിലേക്ക് വീഴുന്നു. അതായത് സകലത്തിൻ്റെയും സൃഷ്ടാവ് കോരശ് രാജാവാണെന്ന് അവർ സമ്മതിച്ചിരിക്കുന്നു. സമ്മതിക്കാതെ നിർവാഹമില്ല. വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വേറിട്ട ചിന്തകളുടെ ഈ 80ാമത്തെ എപ്പിസോഡിലേക്ക് ഞാൻ സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വണ്ണസ്സുകാരുടെ ഉപദേശത്തിൻ്റെ പാളിച്ചകളെ വെളിപ്പെടുത്തുന്ന വചനസത്യങ്ങൾ വേറിട്ട ചിന്തകളുടെ ഓരോന്നായി വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും എൻ്റെ മാന്യ ശ്രോതാക്കൾ അത് ശ്രദ്ധേയമായി അതിനെ വിലയിരുത്തുകയും ചെയ്തതോർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. എന്നാൽ അവരുടെ വണ്ണസ്സുകാരുടെ ഒരു പ്രഗത്ഭനായ വേദ അധ്യാപകനും പണ്ഡിതനും പ്രസംഗികനുമായ ജോയി ജോസഫ് എന്ന് പറയുന്ന ആ ദൈവദാസനും ഞാനുമായിട്ടുള്ള ഫോൺ സംഭാഷണത്തിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, യേശുവിനെ യഹോവ അയച്ചതായിട്ട് പഴയ നിയമത്തിൽ തെളിവുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ റെഫറൻസ് പറഞ്ഞു, യെശയ്യാപ്രവചനം 48-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം അദ്ദേഹത്തെ കൊണ്ട് തന്നെ വായിപ്പിച്ചപ്പോൾ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായി. അദ്ദേഹം അന്ന് ഫോൺ കട്ട് ചെയ്തു. പിന്നെ എൻ്റെ കോൾ എടുത്തിട്ടില്ല. എന്നാൽ ഈ ചോദ്യം ഞാൻ ആവർത്തിച്ച് ഈ വിഷയം അവതരിപ്പിച്ചതിൻ്റെ അനന്തരഫലമായി ഇവർക്ക് അതിനകത്തൊരു പരിഹാരം കണ്ടെത്തേണ്ടത് ആവശ്യമായിരുന്നു. ഒടുവിൽ അവരെനിക്കൊരു വാണിംഗ് തന്ന്, ബ്രദർ ചരിത്രം പഠിക്കാതെ വചനം പഠിക്കരുതെന്ന് പറഞ്ഞു. ഓക്കെ, അവരെന്താണ് ചരിത്ര സത്യം എന്നിൽ ഗ്രഹിപ്പിക്കാൻ നോക്കിയത് എന്തെന്ന് ചോദിച്ചാൽ, യെശയ്യാപ്രവചനത്തിൽ പറയുന്ന യഹോവയായ കർത്താവും തൻ്റെ ആത്മാവും എന്നെ അയച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് കോരശ് രാജാവ് പറഞ്ഞതാണത്രേ. കോരശ് രാജാവാണ് പറഞ്ഞത് എന്നെ അയച്ചിരിക്കുന്നു എന്ന്. അവർ എനിക്ക് അയച്ചു തന്ന ടെക്സ്റ്റ് മെസ്സേജ് നിങ്ങളൊന്ന് സസൂക്ഷ്മം ശ്രദ്ധിക്കുക. ശരി, ഇവിടെ കോരേശ് രാജാവിനെയാണ് യഹോവയായ കർത്താവും തൻ്റെ ആത്മാവും അയച്ചിരിക്കുന്നത് എങ്കിൽ ഈ 48-ാം അധ്യായത്തിൽ ഞാൻ എന്ന് 20ഓളം പ്രാവശ്യവും എൻ്റെ എന്നും എന്നെ എന്നും 8 പ്രാവശ്യവും ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ഫസ്റ്റ് പേഴ്സണായി സംസാരിക്കുന്ന വ്യക്തി ആരാണെന്ന് അവിടെ ചില സംഭവങ്ങളോടുള്ള ബന്ധത്തിൽ ആദ്യം വെളിപ്പെടുത്തുന്നുണ്ട്. നമുക്കതൊന്ന് ശ്രദ്ധിക്കാം. അവർ എനിക്ക് അയച്ചു തന്ന മെസ്സേജിൽ കണ്ടല്ലോ, കോരേശ് രാജാവാണ് ഈ പറയപ്പെടുന്ന അയക്കപ്പെട്ട വ്യക്തി എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ 3-ാമത്തെ വാക്യം മുതലാണ് ഞാൻ എന്ന് മുതൽ വായിച്ചു തുടങ്ങുന്നത്. ഞാൻ പണ്ട് തന്നെ പ്രസ്താവിച്ചു, അവ എൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടു, ഞാൻ അവയെ കേൾപ്പിച്ചു, പെട്ടെന്ന് അത് പ്രവർത്തിച്ചു. അതായത് എന്നെ അയച്ചു എന്ന് പറയുന്ന, അയക്കപ്പെട്ടു എന്ന് പറയുന്ന വ്യക്തി പറയുന്ന കാര്യമാണിത്. എന്നാൽ അതിൻ്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, എൻ്റെ നാമം നിമിത്തം ഞാൻ എൻ്റെ കോപത്തെ താമസിപ്പിക്കുന്നു, നിന്നെ സംഹരിക്കേണ്ടതിന് എൻ്റെ സ്തുതി നിമിത്തം ഞാൻ അടങ്ങിയിരിക്കുന്നു. ഇതും ഈ പറയപ്പെടുന്ന അയക്കപ്പെട്ട വ്യക്തി പറയുന്നതാണ്. എന്തെന്ന്? എൻ്റെ നാമം നിമിത്തം ഞാൻ എൻ്റെ കോപത്തെ ശമിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ കോരേശ് രാജാവിൻ്റെ നാമം നിമിത്തം കോരേശ് രാജാവ് തൻ്റെ കോപത്തെ ശമിപ്പിക്കുന്നുവെന്ന്. എന്നിട്ട് പറയുന്നു, ഞാൻ നിന്നെ ഊതിക്കഴിച്ചിരിക്കുന്നു, വെള്ളി പോലെ അല്ലാതാനും എന്ന് പറഞ്ഞാൽ കോരേശ് രാജാവ് ഇസ്രായേലിനെ ഊതിക്കഴിപ്പിച്ചെന്ന്. ഞാൻ നിന്നെ കഷ്ടതയുടെ ചൂളയിലാകുന്നു ശോധന കഴിച്ചത്. അതായത് എന്നെ അയച്ചു എന്ന് പറയപ്പെടുന്ന വ്യക്തിയായ കോരേശ് രാജാവ് പറയുകയാണ് ഇസ്രായേലിനെ കഷ്ടതയുടെ ചൂളയിലൂടെ ശോധന കഴിച്ചെന്ന്. എൻ്റെ നിമിത്തം തന്നെ ഞാനത് ചെയ്യും എന്ന് പറഞ്ഞാൽ കോരേശ് രാജാവിൻ്റെ നിമിത്തം തന്നെ അത് ചെയ്യുമെന്ന്. എന്നിട്ട് പറയാണ്, കോരേശ് രാജാവ് പറയാണ്, എൻ്റെ നാമം അശുദ്ധമായി തീരുന്നത് എങ്ങനെ? ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തിനും കൊടുക്കുകയില്ല. കോരേശ് രാജാവ് പറയുകയാണ്, എൻ്റെ നാമം അശുദ്ധമായി തീരുന്നത് എങ്ങനെ? ഞാൻ എൻ്റെ മഹത്വം ആർക്കും കൊടുക്കുകയില്ലെന്ന്, മറ്റൊരുത്തിനും കൊടുക്കുകയില്ലെന്ന്. ഇപ്പോൾ യഹോവയേക്കാൾ മഹത്വമുള്ളവനായി കോരേശ് രാജാവായി തീർന്നിരിക്കുകയാണ്. എൻ്റെ മഹത്വം മറ്റാർക്കും കൊടുക്കുകയില്ലെന്നും. എന്നിട്ട് പറയുന്നു, ഞാൻ വിളിച്ചിരിക്കുന്ന ഇസ്രായേലെ എന്ന് പറഞ്ഞാൽ കോരേശ് രാജാവ് വിളിച്ചിരിക്കുന്ന ഇസ്രായേലെ, എൻ്റെ വാക്ക് കേൾക്കുക, ഞാൻ അനന്യൻ,
ഞാൻ ആദ്യനും ഞാൻ അന്ത്യനും ആകുന്നു. എൻ്റെ കൈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, എൻ്റെ വലം കൈ ആകാശത്തെ വിരിച്ചിരിക്കുന്നു. ആഹാ, ഇപ്പോൾ സകലത്തിൻ്റെയും സൃഷ്ടാവ് വണ്ണസ്സുകാരുടെ ഉപദേശപ്രകാരം എന്ന് പറഞ്ഞാൽ ജോയ് ജോസഫ് എന്ന് പറയുന്ന ആ ദൈവദാസൻ്റെ പഠിപ്പിക്കൽ പ്രകാരം ഇപ്പോൾ കോരേശ് രാജാവാണ് തൻ്റെ വലം കൈ കൊണ്ടാണ് സകലത്തെയും സൃഷ്ടിച്ച് ആകാശത്തെ വിരിച്ചിരിക്കുന്നത്. നമുക്ക് സമ്മതിച്ചു കൊടുക്കണമല്ലോ അല്ലേ? സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ചരിത്രമല്ലേ പറയുന്നത്. ബൈബിൾ എന്ത് പറഞ്ഞാലും അത് മാറ്റി വയ്ക്കുക. ചരിത്രത്തിലേക്ക് നമുക്ക് കയറാം. ചരിത്രം പറയുന്നത് കോരേശ് രാജാവാണ് ഭൂമിയെ സൃഷ്ടിച്ചത്, സകലത്തിനെയും തൻ്റെ വലം കൈ കൊണ്ട് സൃഷ്ടിച്ചതും. തന്നെയല്ല, ഞാൻ തന്നെ പ്രസ്താവിക്കുന്നു, ഞാൻ അവനെ വിളിച്ചു വരുത്തിയിരിക്കുന്നു, അവൻ്റെ വഴി സാധ്യമാകും, നിങ്ങൾ അടുത്തു വന്ന് ഇത് കേൾപ്പിൻ. കോരേശ് രാജാവ് പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ വായിച്ചത്. ഞാൻ തന്നെ പ്രസ്താവിക്കുന്നു, ഞാൻ അവനെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. എന്നിട്ട് ഇനി അതിൻ്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് നോക്കാം. നിങ്ങൾ അടുത്തു വന്ന് ഇത് കേൾപ്പിൻ, ഞാൻ ആദ്യം മുതൽ രഹസ്യത്തിലല്ല പ്രസ്താവിച്ചിട്ടുള്ളത്. കോരേശ് രാജാവ് പറയുകയാണ്, നിങ്ങൾ അടുത്ത് വന്ന് കേൾക്കണം, ഞാൻ ആദ്യം മുതൽ രഹസ്യമായിട്ടല്ല പ്രസ്താവിച്ചത്. പിന്നെ എങ്ങനെയാണ്? അതിൻ്റെ ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെയുണ്ട്. കോരേശ് രാജാവ് ആദ്യം മുതലേ യഹോവയുടെ കൂടെയുണ്ടെന്ന്. ഇപ്പോഴോ യഹോവയായ കർത്താവ് എന്നെയും തൻ്റെ ആത്മാവിനെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കോരേശിനെയും യഹോവയുടെ ആത്മാവിനെയും യഹോവ അയച്ചിരിക്കുന്നുവെന്ന് മലയാളം ബൈബിളിൽ പറയുമ്പോൾ യേശുനാമക്കാരുടെ പഠിപ്പിക്കൽ അനുസരിച്ച് യഹോവയായ കർത്താവും തൻ്റെ ആത്മാവും കോരേശിനെ അയച്ചിരിക്കുന്നു. നോക്കിക്കേ, ഞാൻ ഇങ്ങനൊരു കഥ കേട്ടിട്ടുണ്ട്. വീട്ടുവേലക്കാരി ഒരു ഷർട്ട് തേച്ചിരുന്നപ്പോൾ അതിൻ്റെ ഒരു വശം പൊള്ളിപ്പോയി, കത്തിപ്പോയി, ഒരു ഹാൾ വീണവിടെ. അപ്പോൾ അത് ബാക്കിലായിരുന്നു. അതൊന്ന് മറയ്ക്കാൻ വേണ്ടി ഈ സെയിം തുണി എങ്ങും കിട്ടാനില്ലായിരുന്നു. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഒരു വെട്ടി എടുത്തിട്ട് അവിടെ വെച്ചിട്ട് ഒട്ടിച്ചു. അന്നേരം നോക്കിയപ്പോഴാണ് ഫ്രണ്ടിലൊരു കരുത്ത കണ്ടത്. അതൊട്ടിക്കാനായിട്ട് ബാക്കിൽ നിന്ന് വേറൊരു പീസ് എടുത്ത് അതൊന്ന് ഒട്ടിച്ചു. എന്നിട്ട് നോക്കുമ്പോഴാണ് ബാക്കിലൊരു ഹോള് കാണുന്നത്. അതൊട്ടിക്കാൻ മറ്റൊരു നിറഞ്ഞെടുത്തു. ചുരുക്കി പറഞ്ഞാൽ ആ ഷർട്ട് മുഴുവനും ഒട്ടിച്ച കഷ്ണമായി അവസാനം ഒരു ഹോൾ മിച്ചവും വന്നു. ഇതല്ലേ ഇപ്പം കിടന്ന് കഷായിക്കുന്നേ? യഹോവയായ കർത്താവും തൻ്റെ ആത്മാവും യേശുവിനെ അയച്ചു എന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ ഈ ഷർട്ടിന് ഒരു കുഴപ്പവും വരത്തില്ല. ഇല്ലെങ്കിൽ ഷർട്ട് മുഴുവനും പഞ്ചറൊട്ടിച്ചതുപോലെ ഇരിക്കും, അവസാനം ഒരു ഹോൾ മിച്ചം വരികയും ചെയ്യും. ഇതാണോ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഏത് ലക്ഷ്യത്തിലാണ് ചരിത്രത്തിൽ നിന്ന് എനിക്കത് അയച്ചു തന്നത് എന്നൊരു പണി ഞാൻ നമുക്ക് വിശുദ്ധ വേദവസ്തുവും മാറ്റി വയ്ക്കാം, നമുക്ക് ചരിത്രത്തിലേക്ക് പോകാം. അതല്ല സത്യം. ഇതെന്താണെന്ന് സംഭവിച്ചെന്നറിയാമോ? വചനത്തിൽ വെളിപ്പെട്ടു വരുന്ന സത്യം ഹൃദയം തുറന്ന് നമ്മൾ അംഗീകരിച്ചില്ല എങ്കിൽ ഇത്തരത്തിലുള്ള അബദ്ധത്തിലേക്ക് ചെന്ന് വീഴും. നിങ്ങൾ പറയൂ, കോരേശ് രാജാവാണോ ലോകത്തിലെ സകലതും സൃഷ്ടിച്ചത്? കോരേശ് രാജാവാണോ ആദ്യനും അന്ത്യനുമായവൻ? കോരേശ് രാജാവിൻ്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കില്ല എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അപ്പോൾ നിങ്ങളുടെ വ്യാജോപദേശത്തിൻ്റെ അടിത്തറ ഇതോടുകൂടി പൊളിയുകയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ഞാനിട്ട വീഡിയോയുടെ അനുബന്ധമായി അവർ എനിക്കൊരു മറുപടി തരാനായിട്ട് ശ്രമിച്ചു. ഞാൻ സംവാദത്തിന് പോകാൻ തയ്യാറായില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കേൾപ്പിച്ചല്ലോ, നമ്മുടെ ഗീവർഗീസ് എന്ന് പറയുന്ന ദൈവദാസൻ ഞാൻ പറയാത്ത കാര്യം പറഞ്ഞെന്ന് പറഞ്ഞ്. ഇനി ഇതേ അടുത്തത് കേട്ടോ, ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയുന്ന ഇവരുടെ പ്രസ്താവന നിങ്ങളൊന്ന് കേട്ടു നോക്കുക. ഇടുക്കി അടിമാലിയിലുള്ള ബഹുമാനപ്പെട്ട ഒരു പാസ്റ്റർ ഡേവിഡ് അടിമാലി എന്ന് പറയുന്നയാൾ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ തൃത്വം വിശദീകരിക്കുകയും തൃത്വത്തെ സംബന്ധിച്ച് ശരിയാവണ്ണമുള്ള ഒരു ഉത്തരം പറയാൻ നിലവിലുള്ള ഒരു ട്രിനിറ്റി പെന്തക്കോസ്റ്റലുകാരനും കഴിയുകയില്ലെന്നും, മാത്രമല്ല ഒരു ട്രിനിറ്റേറിയൻ പെന്തക്കോസ്റ്റുകാരന്റെ ഇടത്ത് ഒരു യഹോവയുടെ സാക്ഷിയും വലത്തൊരു യേശുനാമക്കാരനും വന്നിരുന്നാൽ ഈ രണ്ടുപേരെയും കൗണ്ടർ ചെയ്യാനുള്ള ശേഷി അവർക്കില്ലെന്നും അതിന് താൻ മാത്രമാണ് യോഗ്യനെന്നും അദ്ദേഹം പ്രസ്താവിച്ചു കണ്ടു. അതായത് ഒരു പെന്തക്കോസ്റ്റുകാരൻ്റെ ഇടത്തൊരു യഹോവ സാക്ഷിക്കാരനും വലത്തൊരു യേശുനാമക്കാരനും ഇരുന്നാൽ അവരെ രണ്ടുപേർക്കും ഒരേ സമയത്ത് മറുപടി കൊടുക്കാൻ, അല്ലെങ്കിൽ രണ്ടുപേർക്കും പര്യാപ്തമായ രീതിയിൽ മറുപടി കൊടുക്കാൻ പറ്റിയ ആരുമില്ല, എനിക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് ഞാൻ അവകാശപ്പെട്ടത്. എൻ്റെ ഏതെങ്കിലും വീഡിയോയിൽ അങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? യേശുനാമക്കാരോട് ഞാൻ ചോദിക്കുക. മറിച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പെന്തക്കോസ്ത് പാസ്റ്റർമാർ തന്നെ എന്നെ അനേകർ വിളിച്ചിട്ട് തൃത്വത്തെക്കുറിച്ച് പല വിധത്തിലാണ് അവർ പറയുന്നത്.
യഹോവയായ കർത്താവും പിതാവായ ദൈവവും രണ്ടാണെന്ന് പറഞ്ഞ പാസ്റ്റർമാർ വരെ ഉണ്ട്. അപ്പോൾ അവരുടെ കണക്കൂട്ടലിൽ അവരുടെ പഠിപ്പിക്കനുസരിച്ച് പിതാവും യഹോവയും യേശുവും പരിശുദ്ധാത്മാവും. ഇതൊക്കെ ഞാൻ കേട്ടത്, ഒത്തിരി ഞാൻ കേട്ടതാ. അതുകൊണ്ട് തന്നെ ഇത് പെന്തക്കോസ്ത് പാസ്റ്റർമാർ തന്നെ പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് സ്ഥായിയായ ഒരു ഉപദേശത്തിൽ പെന്തക്കോസ്ത് സമൂഹം എത്തിയില്ലെന്ന്. ഇതിന് നേതാക്കന്മാർ ആരെങ്കിലും കേട്ടിട്ട് എന്നെ വിളിച്ച് ചോദിക്കട്ടെ, ഞാൻ തെളിവ് കൊടുക്കാം. അപ്പോൾ ഇത്തരത്തിൽ വ്യാജവും നുണയും പറയുന്നവരുടെ കൂട്ടത്തിൽ നമുക്ക് എങ്ങനെ സംവാദത്തിനിരിക്കാൻ കഴിയും? പിടിച്ചു നിൽപ്പിന് വേണ്ടി പറയുന്നതാണ് ഓരോന്നും. അതായത് പോകട്ടെ, എന്നാൽ ഇവരിപ്പോൾ പറയുന്ന ഇവർ എന്നെ സംവാദത്തിന് കിട്ടാതിരുന്നത് കൊണ്ട് ഇവർ തന്നെ പല സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ച് അവർ തന്നെ മറുപടി പറഞ്ഞിട്ട് കൊള്ളാം, നല്ല മറുപടി എന്ന് പറഞ്ഞ് സമാധാനിക്കുന്നു. നല്ല കാര്യം തന്നെ, ഞാനും അതിനോട് യോജിക്കുന്നു. പക്ഷേ ഇവർ പറഞ്ഞിരിക്കുന്ന ഈ ആശയം നിങ്ങളത് കേട്ട് നോക്കുക. ഞാൻ എൻ്റെ ആദ്യത്തെ ചോദ്യം ചോദിക്കേണ്ടതിന് വേണ്ടി ബ്രദർ വിൽസൺ ബെഞ്ചമിനോട് ആണ് എൻ്റെ ചോദ്യം. ഈ ചോദ്യം എങ്ങനെയാണ്? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8:16 16:32 യേശുക്രിസ്തുവിൻ്റെതായ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ഞാൻ ഏകനല്ല എന്ന് പറഞ്ഞു, എൻ്റെ പിതാവ് എന്നോട് കൂടെ ഉണ്ട് എന്ന് പറയുന്ന 2 സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട അനിൽ കൊടിത്തോട്ടം പാസ്റ്റർ ഇതാണ് ഇപ്പോൾ അവർക്ക് ആധികാരികമായി എടുക്കാൻ പറ്റുന്ന ട്രിനിറ്റിയുടെ തെളിവായി പറയുന്നു. മുൻപൊക്കെ റബർക്ക മറ്റു കാര്യങ്ങൾ എടുത്തിരുന്നു, പക്ഷെ ഇങ്ങനെയാണ്, ഇതാണ് തെളിയിക്കാനായിട്ട് അദ്ദേഹം കൂടുതലായിട്ട് എടുക്കാനുള്ള ഒരു കാര്യം. അതുകൊണ്ട് ഈ 2 സ്ഥലങ്ങളിലും ഇംഗ്ലീഷിൽ ഏകൻ എന്ന പദം ഉപയോഗിച്ചിട്ടില്ല, മറിച്ച് ഐ ആം നോട്ട് എലോൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എലോൺ, ഏകൻ എന്ന് വെച്ചാൽ ഏകനല്ല എന്ന് വെച്ചാൽ തനിച്ചല്ല എന്നാണ് അർത്ഥമുള്ളൂ. അവിടെ ഏകനെന്നോ ദ്വയമെന്നോ ട്രയമെന്നോ പറയാൻ കഴിയുന്ന ഒരു കാര്യമില്ല. എന്നാൽ മലയാളം ട്രാൻസ്ലേഷനിൽ വന്നിരിക്കുന്ന ഒരു ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ആണ്. തനിച്ച് എന്ന് വരേണ്ട സ്ഥലത്ത് ഏകൻ എന്നാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് ഏകനായിക്കോട്ടെ, തനിച്ചായിക്കോട്ടെ, തനിച്ചല്ലായിക്കോട്ടെ, അവിടെ കർത്താവ് പറയുന്ന ഈ പിതാവിന്റെ സാന്നിധ്യം തന്നോട് കൂടെ ഉണ്ട് എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണോ എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് ഒരു മറുപടിക്കായി ഞാൻ ബഹുമാനപ്പെട്ട വിൽസൺ ബെഞ്ചമിൻ അവരുടെ ഈ ചോദ്യം ഏൽപ്പിക്കുകയാണ്. താങ്ക് യു വെരി മച്ച് പാസ്റ്റർ. അത് വളരെ നല്ലൊരു ചോദ്യമാണ്. മിക്കവാറും ഉള്ള ട്രിനിറ്റേറിയൻസ് ചോദിക്കുന്ന ചോദ്യമാണ്. മനുഷ്യനായി നോക്കുമ്പം ശരിയാണ്, കർത്താവ് പറയുന്നു ഞാൻ ഏകനല്ല എന്ന് പറയുമ്പോൾ ആരായാലും ചിന്തിച്ചു പോകും അദ്ദേഹത്തിന്റെ കൂടെ ഒരു വ്യക്തിയും കൂടെ ഉണ്ടെന്ന് പറയും. പക്ഷെ നമുക്ക് കോമൺ സെൻസ് ഉപയോഗിച്ചാൽ അറിയാൻ പറ്റും, അവിടെ ഒരു വ്യക്തി മാത്രമേ കാണുവാനുള്ളൂ, അവിടെ വേറെ ഒരു വ്യക്തിയെ കാണാനില്ല. നമ്മൾ എപ്പോഴും ഏകദൈവ വിശ്വാസത്തിൽ അടിസ്ഥാനമായി എടുക്കുന്ന ചില വാക്യങ്ങൾ ആദ്യമേ അത് ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. നിന്റെ ദൈവമായ കർത്താവ് ഏകൻ തന്നെ എന്ന് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും പല സ്ഥലത്തും ദൈവം ആവർത്തിച്ച് പറയുന്നു. ദൈവം ആത്മാവാകുന്നു, ദൈവം ഒരു ആത്മാവാകുന്നു, പല പ്രവർത്തനങ്ങളാകുന്നു എന്ന് 1 കൊരിന്ത്യർ 12 പറയുന്നു. നമ്മൾ ഇപ്പോൾ ഉത്തരം പറയുന്നത് ട്രിനിറ്റേറിയൻസിലാണ്. ഇപ്പൊ ട്രിനിറ്റേറിയൻസിൽ തന്നെ 2 തരത്തിലെ ആൾക്കാരുണ്ട്. ഒന്ന്, യേശു യഹോവയാണെന്നും പക്ഷെ യഹോവ അല്ല യേശു എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. അതായത് യേശുവും യഹോവയാണ്, പിതാവും യഹോവയാണ്, ആത്മാവും യഹോവയാണെന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്ന ഡേവിഡ് അടിമാലി ആ ഒരു ഗണത്തിലുള്ള ആളല്ല. യേശു യഹോവയല്ല എന്ന് പറയുന്ന ഒരു ആളാണ്. ദൈവം മാത്രമാണ് ഈ സകല സൃഷ്ടിയെയും ചെയ്തത്. അപ്പം ദൈവം ആണ് വീണ്ടെടുപ്പുകാരൻ. യശയാവിന്റെ പുസ്തകം അതിന്റെ 44-ാമത്തെ അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിന്റെ വീണ്ടെടുപ്പുകാരനും ഗർഭത്തിൽ നിന്ന് നിർമ്മിച്ചവനായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവയായ ഞാൻ സകലവും ഉണ്ടാക്കുന്നു, ഞാൻ തന്നെ ആകാശത്തെ വീഴ്ത്തുകയും ഭൂമിയെയും പരത്തുകയും ചെയ്തു. അപ്പോൾ നമ്മൾ കാണുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം 1 പറയുന്നു എങ്കിലും ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു ദൈവം ഒരുവൻ മാത്രമാണ്, സൃഷ്ടി ചെയ്തത് ദൈവം മാത്രമാണ്, വേറെ ഒരുവനും ദൈവത്തോടു കൂടെ സൃഷ്ടിയിൽ പങ്കുകൊള്ളുവാൻ ഇല്ല, ഒരു ആത്മാവ് ആയ ദൈവം മാത്രമേ ഉള്ളൂ. പക്ഷേ
ആരാണ് ഏകനായി ഇരിക്കുന്നത് നന്നല്ല എന്ന് സൃഷ്ടിതാവായ ദൈവം പറഞ്ഞിട്ടുള്ളത്. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 2:18 അധ്യായത്തിൽ പറയുന്നു, അനന്തരം യഹോവയായ ദൈവം, മനുഷ്യൻ ഏകനായി ഇരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായി ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളിച്ചെയ്തു. അവിടെ നമ്മൾ കാണുന്നു ഒരു സെക്കൻഡ് ഗീവർഗീസ് ബ്രദറിനെ ഒന്ന് ആഡ് ചെയ്ത്. അപ്പോൾ നമ്മൾ കാണുന്നു ഇവിടെ പറയുന്നു മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. നമ്മൾ ട്രിനിറ്റേറിയൻസിനോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം അറിയാം, അവരും അക്സെപ്റ്റ് ചെയ്യുന്നു യേശു പൂർണ്ണമായി ഒരു മനുഷ്യനായിരുന്നു, യേശു ദൈവമാണ് എന്ന് ഉള്ള കാര്യത്തിൽ അവർ നമ്മളോട് ഒരുമിച്ച് പറയും. നമ്മൾ പറയുന്നു ഒരു ആത്മാവേ ഉള്ളൂ, ഒരു ദൈവമേ ഉള്ളൂ എന്ന് പറയുന്നു. പിന്നെ യേശു ഈ ലോകത്തിൽ വന്നപ്പോൾ മനുഷ്യൻ, അതായത് ജഡവും രക്തവും എടുത്താണ് ഇവിടെ വന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അതിനുവേണ്ടിയാണ് പറയുന്നത് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. നമുക്കറിയാം ആദാമിന് ഒരു തുണയെ കൊടുത്തു, ആ തുണ കാരണം മനുഷ്യൻ പാപത്തിൽ വീണു. പക്ഷേ കർത്താവ് ഈ ലോകത്തിൽ വന്നപ്പോ പറഞ്ഞു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. പിതാവ് എന്നെ അയച്ചതുപോലെ പിതാവ് ഇവിടെ ഈ ലോകത്തിൽ പ്രവൃത്തി ചെയ്തപ്പോൾ ഞാൻ സ്വയമേ ഒന്നും ചെയ്യുന്നില്ല, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ വേലയെ ചെയ്യുന്നു എന്ന് പറഞ്ഞ യേശു ക്രിസ്തു തന്നെ തന്റെ ശിഷ്യന്മാരെ ഈ ലോകത്തിലേക്ക് അയക്കുമ്പോൾ പറയുമ്പോൾ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 14:18 പറയുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, അതായത് ഞാൻ പിതാവായിരിക്കും, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും, ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്ന് അറിയും. അതായത് ഈ ഒരു പുതിയ അപ്പോസ്തോലൻ അല്ലെങ്കിൽ പുതിയ ഈ ഒരു വ്യക്തി, കർത്താവിന്റെ സുവിശേഷവുമായി കടന്നു പോകുന്ന വ്യക്തി, അവൻ വേറെ രണ്ട് വ്യക്തികളുടെ കൂടെയല്ല നടക്കുന്നത്. പിതാവ് യേശുവിലും യേശു പിതാവിലുമാണ്, ക്രിസ്തുവിന്റെ ആത്മാവ് അവനിലാണ്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവൻ നടക്കുന്നതെങ്കിലും അവൻ വേറൊരു വ്യക്തിയല്ല, അവനിൽ വർക്ക് ചെയ്യുന്ന ഒരു ആത്മാവാണ്. ദൈവത്തിന്റെ ഒരേ ആത്മാവ് 100 കണക്കിന് ആൾക്കാരിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ യോഹന്നാന്റെ സുവിശേഷം 14:24 പറയുന്നു, എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ മനുഷ്യനായിരുന്നാൽ ഒരു ഹെൽപ്പർ വേണം, അല്ലെങ്കിൽ തക്കതായ തുണ വേണം. ഒരു കാര്യസ്ഥൻ ചെയ്യുന്നത് ഹെൽപ്പ് നൽകുക എന്നാണ്. മനുഷ്യന് സ്വയമേ ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. ആത്മാവായ ദൈവം അവനിൽ വസിച്ച് തന്റെ വേലയെ ചെയ്തു. അവന്റെ ശരീരം എന്തായിരുന്നു? വചനം ജഡമായി തീർന്നു. അങ്ങനെയാണ് യേശു എന്ന പുത്രന്റെ ജഡത്തെ പറ്റി പറയുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഏകനായി ഇരിക്കുന്നത് നന്നല്ല. കർത്താവായ ദൈവം ഈ ലോകത്തിൽ ഒരു ജഡമെടുത്ത് വന്നപ്പോൾ, മനുഷ്യന്റെ അവസ്ഥയിലായിരുന്നപ്പോൾ അവൻ ഏകനല്ല. മനുഷ്യൻ എന്ന രീതിയിൽ 1 തിമോത്തിയോസ് അതിന്റെ 3:16 പറയുന്നത് പോലെ ദൈവം ഒരുവൻ, ദൈവവും മനുഷ്യന്റെയും മധ്യത്തിൽ ഏക മധ്യസ്ഥൻ മനുഷ്യനായ ക്രിസ്തു യേശു. ആ മനുഷ്യൻ ആയ ക്രിസ്തു യേശു ഏകനല്ല എന്ന് സാക്ഷ്യം പറയുന്നത് അവനിൽ ദൈവത്തിന്റെ ആത്മാവ്, സകലത്തിലും നിറഞ്ഞു നിൽക്കുന്ന ദൈവം ആ സമയത്ത് ആ ശരീരത്തിൽ നിന്നുകൊണ്ട് രക്ഷയുടെ വേല തികയ്ക്കുന്നത് കൊണ്ടാണ് ആ മനുഷ്യനായ യേശു സാക്ഷ്യം പറയുന്നത്, ഞാൻ ഏകനല്ല. മനുഷ്യൻ തന്നെ ആയിരിക്കുന്നത്, അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന ആ ഒരു വചനം അടിസ്ഥാനമായി ഇവിടെ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ തല ക്രിസ്തു ആയിരിക്കണം എന്ന് പറയുന്നു. അതായത് അവനിൽ ദൈവത്തിന്റെ ആത്മാവായിരിക്കണം. അതുകൊണ്ട് തന്നെ അവൻ ഏകനല്ലാതെ ദൈവത്തിന്റെ വേലയിൽ ഈ ലോകത്തിൽ നടക്കുവാൻ സാധിക്കും. താങ്ക് യു വെരി മച്ച്. ബ്രദറിന്റെ ഉത്തരം വളരെ കറക്റ്റ് ആണ്. അത് യോഹന്നാന്റെ സുവിശേഷം 8:16 ഞാൻ ഏകനല്ല എന്ന് പറഞ്ഞിരിക്കുന്നതിൽ ഐ ആം നോട്ട് എലോൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ എലോൺ എന്നുള്ള പദത്തിന് അവർ പ്രത്യേക ഒരു അർത്ഥം കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഇവരുടെയൊക്കെ ഈ ഏകനാമത്തിൻ്റെ അല്ലെങ്കിൽ
യേശുനാമത്തിൽ സ്നാനപ്പെടുത്തണം എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ ഏറ്റവും വലിയ പണ്ഡിതനായിരിക്കുന്ന സെബാസ്റ്റ്യൻ പുന്നക്കൽ സാർ പോലും ഈ വിഷയം പറഞ്ഞപ്പോൾ ഞാൻ അതിന് മറുചോദ്യം ചോദിച്ചിട്ട് മറുപടി പറഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹം മിണ്ടാതിരിക്കുന്നതിന് വെച്ചാൽ എൻ്റെ ചോദ്യത്തിനകത്ത് കഴമ്പുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അതെന്തെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, അതിൻ്റെ ആഴം ഗൗരവം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇവർ ഈ കൂടെ കുത്തി കിടക്കുന്നത്. മനസ്സിലായ ആളും അവനുമായിരിക്കുക, കാരണം അദ്ദേഹത്തിന് മറുപടി പറയാനില്ല. എന്നാൽ ഇവർ തമ്മിൽ ഉപദേശ വ്യത്യാസമുണ്ട്. അതെൻ്റെ ശ്രോതാക്കളുടെ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഈ വിഭാഗം, അതായത് JCNTDS എന്ന് പറയുന്ന ഗ്രൂപ്പും നമ്മുടെ സെബാസ്റ്റ്യൻ പുന്നക്കൽ സാറിൻ്റെ ഗ്രൂപ്പും തമ്മിലും ഉപദേശ വ്യത്യാസമുണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ്. പ്രധാനമായും സ്നാനത്തിലൂടെ പാപമോചനം ലഭിക്കുന്നു എന്ന് പറയുന്ന കൂട്ടരാണ് നമ്മുടെ ഈ ജോസ് വർഗീസ്, ജോയ് ജോസഫ്, ഇബ്രാഹിം കുട്ടി എന്നൊക്കെ പറയുന്നവരുടെ ഗ്രൂപ്പുകാർ. എന്നാൽ സെബാസ്റ്റ്യൻ പുന്നക്കൽ സാറ് നമ്മൾ വിശ്വസിക്കുന്ന പോലെ സ്നാനത്തിലൂടെ പാപമോചനമുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരു ഗ്രൂപ്പിലല്ല. ഏതായാലും യേശുനാമത്തിൽ സ്നാനപ്പെടുത്തണമെന്ന് പറയുന്നതിൽ ഇവർ രണ്ടുപേരും തുല്യമായ വാദഗതിയിൽ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഐ ആം നോട്ട് എലോൺ എന്ന് പറഞ്ഞിരിക്കുന്ന യേശുവിൻ്റെ പ്രസ്താവനയെക്കുറിച്ച് സെബാസ്റ്റ്യൻ പുന്നക്കൽ സാർ നടത്തിയ പ്രസ്താവനയിൽ ഞാൻ അതിനെ വിശദമായിട്ട് ഒരു ചോദ്യവും അതിന് മറുപടി ഞാൻ ഇട്ടിരുന്നു. അദ്ദേഹം അതിന് മറുപടി തന്നിട്ടില്ല, കാരണം അദ്ദേഹത്തിന് അറിയാനും മറുപടി ഇല്ലെന്നുള്ള കാര്യം. അത് സത്യമാണോ? നമുക്കതിൻ്റെ ഗൗരവത്തിലേക്കൊന്ന് കടക്കാം. എന്താണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഐ ആം നോട്ട് എലോൺ. ഇവർ പറയുന്നത് ഞാൻ തനിച്ചല്ല, ഏകനല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്, തനിച്ചല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിലും മാർക്കോസ് 4:10 പറയുന്നുണ്ടല്ലോ, ഹി വാസ് എലോൺ. അവൻ തനിച്ചായിരുന്നു, ഹി വാസ് എലോൺ എന്ന് അവിടെ പറയുന്നുണ്ടല്ലോ. അതേ ഏതർത്ഥത്തിലാണ്? അപ്പോൾ അവിടെ മത്തായി 8:14 ഐ ആം നോട്ട് എലോൺ എന്ന് പറഞ്ഞപ്പോൾ തന്നിൽ തന്നെ ആരോ ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ മത്തായി 14:23 മർക്കോസ് 4:10 വന്നപ്പോൾ ആ ആളെതിരെ പോയി കൂടെയില്ലേ? അപ്പോൾ എലോൺ എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താ? ഇനി അടുത്ത പഴയ നിയമത്തിൽ നിന്ന് കൊണ്ടുവരാം. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം കണ്ടു. ആദാമിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അവിടെയും എലോൺ എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ തനിച്ചായിരിക്കുന്നു. ആദാം തനിച്ചായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് മനസ്സിലാക്കിയ ദൈവം അതിനൊരു മാറ്റം വരുത്തണം. തനിച്ചായിരിക്കുന്ന അവസ്ഥയ്ക്കൊരു മാറ്റം വരുത്തണം. അതിനെന്താണ് ചെയ്തത്? ഹൗവയെ സൃഷ്ടിച്ചു കൊടുത്തു. എന്നാൽ ഹൗവയെ സൃഷ്ടിച്ച് തന്നിലേക്ക് ആക്കുകയാണോ ചെയ്തത്, അതോ തൻ്റെ കൂടെ ആക്കുകയാണോ ചെയ്തത്? ഞാൻ മനസ്സിലാക്കുന്നതും വിശുദ്ധ ബൈബിൾ പറയുന്നതും ഹൗവയെ സൃഷ്ടിച്ച് തൻ്റെ കൂടെ ആക്കി, അതായത് രണ്ട് വ്യക്തികളായി മാറി. രണ്ട് വ്യക്തികളായി മാറിയപ്പോൾ പറയാണ്, നൗ ഹി ഈസ് നോട്ട് എലോൺ, ഈവ് ഈസ് വിത്ത് ഹിം. ഇപ്പോൾ അവൻ തനിച്ചല്ല. അപ്പോൾ തൻ്റെ ആ തനിച്ചെന്നുള്ളതായ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയത് കൂടെ ഒരാൾ വന്നപ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ മത്തായി 14:23 മർക്കോസ് 4:10 അവൻ എലോൺ ആയിരുന്നു എന്നാണ് പറയുന്നത്. അവൻ തനിച്ചായിരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ പറയുന്ന വിധത്തിൽ ഒന്നും കൂടി പറഞ്ഞാൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു കാര്യം കൊണ്ട് പറയാം. ഈ ലെഗ്യോൻ ബാധിച്ചവനെ യേശു കണ്ടു. നിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ ലെഗ്യോൻ, ഞങ്ങൾ അനേകരാന്ന് പറയുന്നു. ആ ഒരു വ്യക്തി തന്നെയാണ് അനേകരെന്ന് പറയുന്നത്. അതിന് നമ്മൾ പഠിച്ചിരിക്കുന്നതനുസരിച്ച് 6000 പേരാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ അവനും കൂടെ കൂടി ഇപ്പോൾ 6001 ആളുകളായി. ആണോ? നിങ്ങൾ പറഞ്ഞ രീതിയിൽ 6001 പേരായോ? ശരി. ആ മനുഷ്യൻ ഒരു കളിമണ്ണ് കൊണ്ട് പ്രതിമ ഉണ്ടാക്കി കൂട്ടുക. അദ്ദേഹം പറയുക, ഞങ്ങൾ 6001 ആളുകൾ കൂടി അത് സൃഷ്ടിച്ചെന്ന് പറയുമോ? നിങ്ങളുടെ പഠിപ്പിക്കലനുസരിച്ച് പറയും. പക്ഷേ ഭാഷാ പ്രയോഗത്തിലും ഈ സത്യത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ പറയും അവൻ തന്നെ സൃഷ്ടിച്ചെന്ന് പറയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിൻ്റെ അർത്ഥം, ഈ എലോൺ എന്നുള്ളത് നിങ്ങൾ കൊടുക്കുന്നതിൻ്റെ അർത്ഥം എന്താ? ആദാമിൻ്റെ എലോൺ എന്നുള്ള അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയത് കൂട്ടത്തിലൊരു ഹൗവയെ കൊടുത്തപ്പോഴാണ്. ആദാമിലേക്ക് തന്നെ ഒരു ഹൗവയെ കൊടുക്കുകയല്ല ചെയ്തത്. അങ്ങനെയായിരുന്നെങ്കിൽ ഒരു ബോഡി 2 വ്യക്തി. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ മാത്രമല്ല, വളരെ വ്യക്തമായ ഒരു കാര്യം നമുക്ക് സുവിശേഷങ്ങൾ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷൻ്റെ തല ക്രിസ്തു. അപ്പോൾ സ്ത്രീയല്ല പുരുഷൻ, പുരുഷനല്ല ക്രിസ്തു. ഇനി ക്രിസ്തുവിൻ്റെ തല ദൈവം. അങ്ങനെയാണെങ്കിൽ സ്ത്രീയല്ല പുരുഷൻ, പുരുഷനല്ല ക്രിസ്തു, ക്രിസ്തുവല്ല ദൈവം. അല്ല, ക്രിസ്തു തന്നെയാണ് ദൈവമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതിൻ്റെ അനുസരിച്ച് സ്ത്രീയുടെ തലയായ പുരുഷന് 2 തലകളുണ്ട്. ഒന്ന് ക്രിസ്തുവായ തലയും ഒന്ന് ദൈവമായ തലയും. പുരുഷന് 2 തല.
ഒന്ന് ക്രിസ്തുവായ തലയും ഒന്ന് പുരുഷനായ തല. കാരണം ക്രിസ്തുവിനൊരു തലയുണ്ട്. അപ്പോൾ ക്രിസ്തു പുരുഷൻ്റെ തലയാണെങ്കിൽ ക്രിസ്തുവിനൊരു തല, ആ തലയ്ക്ക് വേറൊരു തല. അപ്പോൾ ആ തല ഒറ്റ വ്യക്തിയായതുകൊണ്ട് പുരുഷന് 2 തല. ഇതൊക്കെ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? പറയുക. യേശു ഇങ്ങനെ പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വചനത്തിൽ വരുമ്പോൾ യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. യേശു പറയുന്നത് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നു. അതായത് യേശുവിൻ്റെ വചനം പ്രമാണിക്കുന്നു. എന്നിട്ട് പറയുന്നത് എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുന്നു. അടുത്ത വാക്കാണ്, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് വാസം ചെയ്യും. ഏക ദൈവമേ ഉള്ളൂ, പിതാവ് ഏകൻ. ഈ ഏകന് നിങ്ങൾ വലിയ അർത്ഥം കൊടുക്കുന്നുണ്ടല്ലോ. തെറ്റിദ്ധരിക്കരുത്. 3 ദൈവങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, 1-ൽ കൂടുതൽ ദൈവങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനും ഏക ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അത് വചനത്തിൽ തെളിയിക്കാൻ കഴിയും. എന്നാൽ ഒരു കാര്യം, ഈ ഏകം എന്നുള്ളത് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഇവിടെ പറയുന്നു, എൻ്റെ വചനം പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുന്നു. ഇപ്പം 2 പേരായോ, പിതാവുമായി പുത്രനുമായി. ഇവർ 2 പേരും കൂടി പറയാം, ഞങ്ങൾ അവനോട് കൂടി പാർക്കും. ഞങ്ങളെന്ന് പറയുമ്പോൾ എത്ര പേരുണ്ടായിരിക്കണം? നിങ്ങൾ ഏകമെന്ന് പറഞ്ഞാൽ ഒരാളാണല്ലോ, സമ്മതിച്ചു. അത് എനിക്കും നിങ്ങൾക്കും തർക്കമില്ല. ഏകം എന്ന് പറഞ്ഞാൽ 1. ഞങ്ങൾ എന്ന് പറയണമെങ്കിൽ അറ്റ്ലീസ്റ്റ് എത്ര വ്യക്തികളുണ്ടായിരിക്കണം? കുറഞ്ഞ പക്ഷം 2 പേരെങ്കിലും ഉണ്ടായിരിക്കണ്ടേ ഞങ്ങൾ എന്നുള്ള പദത്തിന്. ഇപ്പോൾ നമ്മളൊക്കെ പദത്തിന് അർത്ഥം കൊടുക്കുന്നവരാണെങ്കിൽ ഇവിടെ ഞങ്ങൾ എന്നുള്ള വാക്ക് നിങ്ങൾ എന്തുകൊണ്ട് ഒഴിവാക്കുന്നു? നിങ്ങൾ പറഞ്ഞല്ലോ, ഉൽപ്പത്തി 1:26 പറയുന്ന നാം നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിൽ എന്ന് പറയുന്നത്, ചിലരൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞത് അത് രാജാക്കന്മാർ പറയാറില്ല, നാം എന്നൊക്കെ പറയാറില്ല, സംഭൂജിത ബഹുവചനമായി അങ്ങനെ പറഞ്ഞതാണെന്ന്. ഞാൻ ചോദിക്കട്ടെ, ദൈവം അങ്ങനെ പറഞ്ഞതാണെങ്കിൽ ഇത് ഈ ആരുമില്ലാത്ത സമയത്ത്, ഭൂമിയിൽ മനുഷ്യർ ഒന്നുമില്ലാത്ത സമയത്ത് ദൂതന്മാരുടെ മുമ്പിലാണോ നാം എന്ന് പറയേണ്ടത്, അതോ ഫറവോൻ്റെ മുമ്പിലായിരുന്നു പറയേണ്ടത്? ഫറവോൻ്റെ മുമ്പിൽ, അതായത് മിസ്രൈമിൻ്റെ രാജാവായിരുന്ന ഫറവോൻ്റെ മുമ്പിൽ ചെന്ന് പറഞ്ഞത് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നാ. അവിടെ നാം ആകുന്നവൻ നാം എന്ന് പറഞ്ഞില്ല. അവിടെയായിരുന്നു സംഭൂജിത ബഹുവചനം ദൈവം ഇറക്കേണ്ടിയിരുന്നേ, അല്ലാതെ ഭൂമിയിൽ മനുഷ്യരൊന്നും ഇല്ലാതിരുന്നപ്പോഴല്ലായിരുന്നു. അപ്പോൾ അവിടെ പറയുന്നത് ദൂതന്മാരാണെന്ന് ചിലർക്ക് വിളിച്ച് പറയുന്നു. ദൂതന്മാരാണെങ്കിൽ ഇപ്പോൾ മനുഷ്യരെ സൃഷ്ടിച്ച ആരൊക്കെയാണ്? യഹോവയും ദൂതന്മാരും കൂടി. അപ്പോൾ സൃഷ്ടികർത്താവ് എന്ന് പറയാൻ പറ്റില്ല, സൃഷ്ടികർത്താക്കൾ ആരൊക്കെയാണ്? യഹോവയും ദൂതന്മാരും. അപ്പോൾ നമ്മൾ ആദ്യം വായിച്ച വഴി എൻ്റെ മഹത്വം ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന് പറയുമ്പോൾ ഇവിടെ സൃഷ്ടാവ് എന്നുള്ള മഹത്വം ഇപ്പോൾ പകുതി ദൂതന്മാരും കൊണ്ടുപോകത്തില്ലേ? നാം ഇറങ്ങിച്ചെന്നവരുടെ ഭാഷയെ കലക്കിക്കളക. ദൂതന്മാരെ കൂട്ടിക്കൊണ്ടുപോയത് നമ്മിൽ ഒരുവനെ പോലെ ദൂതന്മാരെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമാണ് ഈ നാം എന്ന് പറയുന്നത് നമ്മിൽ ഒരുവനെ പോലെ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതിൻ്റെ ആരൊക്കെയാണെന്ന് വളരെ വ്യക്തമാണ്. ഞങ്ങൾ അവനോട് കൂടി പാർക്കും. ആരൊക്കെ? ഞാനും പിതാവും. ഞാനല്ല. അപ്പോൾ നിങ്ങളിവിടെ പറയുന്ന ഈ എലോൺ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇപ്പോഴും വ്യക്തമല്ല. എന്നാൽ പിതാവേ നാം ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നാകേണ്ടതിന് ആ വാക്യം നമുക്കൊന്ന് വ്യക്തമായിട്ട് വായിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. എൻ്റേതെല്ലാം നിൻ്റേത്, നിൻ്റേത് എൻ്റേതും ആകുന്നു. ഇതെന്തിനാ എങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഒരാൾ തന്നെയാണെങ്കിൽ എൻ്റേതെന്ന് പറഞ്ഞാൽ പോലെ, പിന്നെ നിൻ്റേതെന്ന് എടുത്ത് പറയേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അവിടെ തന്നെ ഒരു സംശയം നമുക്ക് വരുന്നു. എന്നിട്ട് പറയാണ്, ഞാൻ നിൻ്റെ അടുക്കൽ വരുന്നു പരിശുദ്ധ പിതാവേ. പറയാണ്, ഞാൻ നിൻ്റെ അടുക്കൽ, നിന്നിലേക്ക് വരുന്നു എന്നല്ല. പിതാവിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നതെങ്കിൽ പിതാവിലേക്ക് തന്നെ തിരിച്ചു പോകണം. പിതാവിൻ്റെ വായിൽ നിന്ന് വന്ന വചനമാണ് ജഡമായി വന്നതെങ്കിൽ തിരിച്ച് പിതാവിൻ്റെ വായിലേക്ക് വചനമായിട്ട് തന്നെ പോകണം. എങ്കിലേ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 13-ൽ പറയുമ്പോൾ അവൻ്റെ പേര് ദൈവവചനം സ്ഥാപിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇവിടെ പറയുന്നു അടുക്കലേക്ക് പോകുന്നത്, നിൻ്റെ അടുക്കലേക്ക്. കാരണം അവൻ്റെ അടുക്കൽ നിന്നാണ് വന്നത്, ദൈവത്തോട് കൂടെയായിരുന്നുള്ള യോഹന്നാൻ സുവിശേഷം പറയുന്നത്. എന്നിട്ട് പറയണം, അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന്. ഇവിടെ ശ്രദ്ധിക്കുക, യേശുനാമക്കാർ പഠിപ്പിക്കുന്നതനുസരിച്ച് നാം ഒന്നായിരിക്കുന്നു പറഞ്ഞാൽ പിതാവും പുത്രനും ഒന്ന് പറഞ്ഞാൽ ഒരാളും ഉള്ളൂ. പിതാവ് തന്നെയാണ് പുത്രൻ, ഒരാളും ഉള്ളൂ. ഇതേപോലെ തന്നെ ഇവരും ഒന്നാകണം. ഇവരെത്ര പേരുണ്ട്? അനുയായികളെല്ലാം നോക്കി പറയുന്നു ഞാൻ പറയുമ്പോൾ വേണ്ട, കുറഞ്ഞ പക്ഷം ശിഷ്യന്മാരെ നോക്കിയാണ് പറയുന്നത്. ഈ സന്ദർഭത്തിൽ ഇവിടെ 12 പേരുണ്ട്. അല്ല, യൂദയെ നമുക്ക് മാറ്റി നിർത്തിയാൽ 11 പേരുണ്ട്. ഈ 11 പേര് ഒന്നാകണം. എങ്ങനെ? നമ്മൾ ഒന്നായിരിക്കുന്ന പോലെ, യേശുനാമക്കാർ പറയുന്നത് പോലെ
ഈ പിതാവ് തന്നെയാണ് പുത്രൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയായിട്ട് നിൽക്കുന്ന പോലെ ഈ 11 പേരും ഒരു വ്യക്തിയായിട്ട് നിൽക്കണം. ഇനി എൻ്റെ ചോദ്യം, 11 പേര് യാക്കോബാവോ, 11 പേരും മത്തായി ആവോ, 11 പേരും യോഹന്നാനാവോ, 11 പേരും പത്രോസ് ആകുമോ? എങ്കിലേ ഒരാളാകത്തുള്ളൂ. മനസ്സിലായി കാണുമല്ലോ. ഇതൊക്കെ പറയുമ്പോൾ തലതിരിഞ്ഞിരിക്കുന്ന വിവരക്കേടാണ്. നീ പോയി വചനം പഠിക്കുന്നൊക്കെ പറയും. അതിൻ്റെ കുഴപ്പമെന്നറിയാമോ? നമ്മൾ പലപ്പോഴും നമ്മളുടെ തലമുണ്ടയിരിക്കുന്ന സാധനമായിട്ട് ഒത്തുനോക്കുമ്പോൾ വേറിട്ട് ചിന്ത ഒക്കത്തില്ല, യോജിക്കത്തില്ല. വിശുദ്ധ വചനവുമായിട്ട് നിങ്ങൾ ഒത്തുനോക്കുക, എന്നിട്ട് പറയാൻ തെറ്റാന്ന്. നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന നിങ്ങളുടെ തലമുണ്ടയിരിക്കുന്ന നിങ്ങൾ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നതും വെച്ച് നോക്കുമ്പോൾ ഇത് തെറ്റായിരിക്കാം, അത് അതിനോട് യോജിക്കുന്നില്ല. അതുകൊണ്ട് പറ്റിയ കുഴപ്പമാണ്. എന്നാൽ ഇവിടെ പറയുന്നു, അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ 21-ാമത്തെ വാക്യം വായിക്കുകയാണ്. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും ഈ ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടതിന്. ഇവിടെയും പറഞ്ഞിരിക്കുന്നത് നമ്മിൽ ആകേണ്ടത്. നമ്മിൽ എന്ന് പറഞ്ഞാൽ പിതാവിലും പുത്രനിലും എത്ര പേരുണ്ടായിരിക്കണം? നമ്മിൽ ഒന്നാകണം. ഇനി നിങ്ങൾ പറയുന്ന പോലെയാണെങ്കിൽ അതേ ആശയം വീണ്ടും വരികയാണ്. പിതാവ് തന്നെയാണ് പുത്രൻ, പുത്രൻ തന്നെയാണ് പിതാവ് എങ്കിൽ ഇവിടെ നമ്മൾ എന്നുള്ളൊരു പദത്തിൻ്റെ ആവശ്യമില്ല, ഒന്നാണ്. ഇനി നമ്മൾ ഒന്നായിരിക്കുന്ന പോലെ ഇവരും ഒന്നാകണമെന്ന് പറയുമ്പോൾ നമ്മിൽ ഒന്നാണെന്ന് പറയുമ്പോൾ ഇവരെല്ലാം കൂടി പിതാവും പുത്രനും ഈ കാണുന്ന അനുയായികളെല്ലാം കൂടി ഒന്നാകുമ്പോൾ ആരായി മാറും? പുത്രനായിട്ട് മാറുമോ, യഹോവയായിട്ട് മാറുമോ, അതോ ഈ അനുയായികളായിട്ട് മാറുമോ? നിങ്ങൾ ഏകനല്ല എന്നുള്ളതിൻ്റെ ഈ എലോൺ എന്നുള്ളതിന് നിങ്ങൾ അർത്ഥം കൊടുത്തല്ലോ, അതേ അർത്ഥം ഇവിടെ കൊണ്ടുപോകാം, അതേപോലെ വ്യാഖ്യാനം ഇവിടെ കൊണ്ടുപോകാം. അവരെല്ലാവരും ഒന്നാകേണ്ടത്, അതായത് നമ്മൾ ഒന്നാകുന്നത് പോലെ അവരെല്ലാം കൂടി ഒന്നാകണം. അതായത് 10 ഗ്ലാസ്സിനകത്ത് വെള്ളം വെച്ചിട്ട് ഒരു കലത്തിനകത്തേക്ക് ഒഴിച്ചാൽ ഇതെല്ലാം കൂടെ ഒന്നാകും, ഒരു കലം വെള്ളമാകും. അതേസമയത്ത് 10 കഷ്ണം പാറക്കല്ലെടുത്ത് ഒരു കൊട്ടയ്ക്കകത്തിട്ടാൽ എല്ലാം കൂടെ ഒന്നാകത്തില്ല, പക്ഷെ ഒരു കൊട്ടയാകും. നിങ്ങളിതിൽ ഏതാ ഉദ്ദേശിച്ചത്? ഈ വെള്ളമെല്ലാം കൂടി ഒരു കുളത്തിനകത്ത് വീണതുപോലെയാണോ, അത് 10 കഷ്ണം കല്ലുകൾ വീണതുപോലെയാണോ? 10 കഷ്ണം കല്ല് വീണപ്പോൾ ഒരു കൊട്ടയായി, പക്ഷേ കല്ലുകൾ 10. എന്നാൽ 10 ഗ്ലാസ് വെള്ളം വീണപ്പോൾ ഒരു കലം വെള്ളമായി, പക്ഷെ 10 വെള്ളങ്ങളായില്ല. നിങ്ങളിതിനകത്ത് ഏതാ ഉദ്ദേശിച്ചത്? ഒരു ദയവായിട്ടൊന്ന് മറുപടി പറയുമ്പോൾ ഇവിടെ യേശുവിൻ്റെ അനുയായികളെല്ലാം കൂടിയപ്പോൾ ഈ വെള്ളം പോലെ ആയിത്തീർന്നോ, അതേ ഒരു കൊട്ട കല്ല് പോലെ ആയിത്തീർന്നോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എന്നാൽ അത് ഒരു കൊട്ട കല്ല് പോലെയാണെന്നുള്ള വളരെ വ്യക്തം. ഏതാ? അടുത്ത വാക്യത്തിൽ നമുക്ക് വരാം. 23-ാമത്തെ വാക്യം. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്ന് ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലും അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ. വളരെ വ്യക്തമായില്ലേ? ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന എല്ലാവരും ഒരേ നിലപാടുകാരാണ്. പക്ഷെ ആ വോട്ടർമാരെല്ലാം ഒരാളാണെന്ന് ശഠിക്കരുത്. അവരുടെ എല്ലാം ലക്ഷ്യം ആരെ ജയിപ്പിക്കണം, ഇന്നയാളെ ജയിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ അവർ ഒറ്റക്കെട്ടാണ്, അവർ ഒറ്റ ആശയക്കാരാണ്. പക്ഷേ 1 ലക്ഷം വോട്ടർമാരുണ്ടെങ്കിൽ 1 ലക്ഷം വോട്ടർമാരും കൂടി ഓരോ വോട്ടറായി മാറിയെന്ന് പറയരുത്. ഇവിടെ സംഭവിച്ചത് നിങ്ങളുടെ വ്യാഖ്യാനം അങ്ങനെയാണ് പോകുന്നത്. ഇവിടെ വളരെ വ്യക്തമായി പറയുന്നത് നമ്മളിലായിരിക്കുന്ന പോലെ അവരും ഐക്യത്തിലൊന്നാകണം. ഇല്ല, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ പിതാവിൽ നിന്നാണ് പുത്രൻ നിങ്ങൾ വന്നതെങ്കിൽ ദൗത്യം കഴിഞ്ഞാൽ മനുഷ്യനെ രക്ഷിക്കാൻ വന്നതല്ലേ, തിരിച്ച് അവിടെ പോയി പിതാവിൽ തന്നെ ആയിരിക്കണ്ടേ? ഞാൻ കൂടെ ചോദിക്കാറുള്ള ചോദ്യമാണല്ലോ. നിങ്ങൾ എൻ്റെ ഒരൊറ്റ ഗൗരവ ചോദ്യത്തിന് മറുപടി തരാതെ നിങ്ങൾ തന്നെ ചോദ്യം ഉണ്ടാക്കുന്നത്, നിങ്ങൾ തന്നെ മറുപടി പറയുന്നു. ഇവിടെ ഏകനം എന്നുള്ള കാര്യം ഞാൻ ഒരു എപ്പിസോഡിലും ഇട്ടിട്ടില്ല. ഞാൻ പുന്നക്കൽ സാറിന് മറുപടി കൊടുത്തിട്ടുണ്ട്, അത് ശരി തന്നെ. പക്ഷേ നിങ്ങളൊരു ചോദ്യമായിട്ട് ഞാൻ ചോദിച്ചിട്ടില്ല. പിന്നെ ഞാൻ ചോദിക്കാതെ നിങ്ങളത് എടുത്തുകൊണ്ട് വന്നിട്ട് നിങ്ങൾ തന്നെ ചോദിക്കുന്നു, നിങ്ങൾ തന്നെ മറുപടി പറയുന്നു, നിങ്ങൾ തന്നെ മാർക്ക് വിടുന്നു. കൊള്ളാം. ചോദ്യം നിങ്ങളുണ്ടാക്കി, ഉത്തരവും നിങ്ങൾ തന്നെ പറഞ്ഞു, എന്നിട്ട് നിങ്ങൾ തന്നെ അതിന് മാർക്ക് വിടുന്നു. കൊള്ളാം. അപ്പോൾ ജയിച്ചല്ലോ. പക്ഷേ ഇവിടെ വചനത്തിൻ്റെ മുന്നിൽ, വചന സത്യത്തിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് നാം ഒന്നായിരിക്കുന്ന പോലെ ഇവരും ഒന്നാകണം, നമ്മിലൊന്നാകണം, എല്ലാവരും കൂടി ഐക്യത്തിലൊന്നാകണമെന്ന്. നിങ്ങൾ വേറൊരു ആശയം പറയുന്നുണ്ടല്ലോ, ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു, അതുകൊണ്ട് പിതാവിൻ്റെ നാമം തന്നെയാണ് എൻ്റെ നാമം. അങ്ങനെയാണെങ്കിൽ യേശു പറഞ്ഞു എൻ്റെ നാമത്തിൽ അയക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിതാവിൻ്റെ നാമത്തിൽ എന്ന് പറയാറുണ്ട്. ഇത് രണ്ടും തുല്യമല്ലേ? ഇത് രണ്ടും തുല്യമല്ലേ? അങ്ങനെയാണെങ്കിൽ യഹോവയുടെ നാമമാണ് യേശുവിന് വന്നെങ്കിൽ യേശുവിൻ്റെ നാമം തന്നെ പരിശുദ്ധാത്മാവിന് വരണമല്ലോ. അങ്ങനെ എവിടെയെങ്കിലും സൂചനയുണ്ടോ? നിങ്ങൾക്ക് കാണിച്ചു തരാമോ? അപ്പോൾ എൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളൊരു പദമല്ലേ നാമത്തിൽ, പേരിൽ എന്നൊക്കെ പറയുന്നത്.
എൻ്റെ പേരിൽ കടയിൽ ചെന്ന് നീ കുറേ സാധനം വാങ്ങിച്ചോളാൻ പറഞ്ഞു വിട്ടാൽ അതിൻ്റെ അർത്ഥം ഞാൻ എൻ്റെ മകനെ പറഞ്ഞു വിടുക എൻ്റെ പറ്റുപടി കടയിലേക്ക് എൻ്റെ പേരിൽ നീ എന്ന് ചെന്ന് സാധനം മേടിച്ചോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ പേരും ഡേവിഡ് എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കടക്കാരോ വെച്ചാൽ ഞാൻ എൻ്റെ അപ്പൻ്റെ പേരിലാണ് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അപ്പം നിൻ്റെ പേര് ഡേവിഡ് എന്നാണോ അതിൻ്റെ അർത്ഥം? നിങ്ങൾ എന്താ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? എന്നിട്ട് വേറിട്ട് ചിന്തയെ പൊളിച്ചു എന്ന് പറയുന്നത്. അങ്ങനെ സന്തോഷിച്ചോ? ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു ചോദ്യത്തിന് എങ്കിലും നിങ്ങൾക്ക് മറുപടി തരാൻ കഴിഞ്ഞാൽ, ഇല്ല എങ്കിൽ വേറിട്ട് ചിന്ത എന്നുള്ള പരിപാടി നിലനിൽക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ ഉപദേശത്തിൻ്റെ ഓരോ അടിത്തറ പൊളിച്ചുകൊണ്ടിരിക്കും. ഇതേപോലെ എനിക്ക് വേദനയുള്ള കാര്യമുണ്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചവരെ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള ടൗണിൽ പിറവത്ത് ഞാൻ 10 വർഷം പ്രവർത്തിച്ചതാണ്. ആ ടൗണിൽ തന്നെ നിങ്ങൾ കൊണ്ട് വീണ്ടും സ്നാനപ്പെടുത്തി യേശുവിൻ്റെ നാമത്തിൽ. എന്നിട്ട് പറയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം എന്ന് പറഞ്ഞാൽ അത് തന്നെ യേശുവിൻ്റെ നാമമെന്ന് എന്ന് പറഞ്ഞാൽ രണ്ടും തുല്യമെന്ന് പറയുകയും ചെയ്യും. രണ്ടാമത്തെ സ്നാനം എഫെസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ പറഞ്ഞ സ്നാനം 1 എന്നുള്ള വ്യവസ്ഥയെ ലംഘിക്കാൻ വേണ്ടി നിങ്ങൾ ബോധപൂർവം രണ്ടാമത് കൊണ്ട് സ്നാനപ്പെടുത്തുന്ന മഹാപാപം എവിടെ കൊണ്ട് തീർക്കും? ഈ കൽപ്പനയുടെ ലംഘനം നിങ്ങൾ എവിടെ കൊണ്ട് തീർക്കും? നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം എന്ന് പറഞ്ഞാൽ യേശു എന്ന നാമമാണെന്ന്. അങ്ങനെയാണെങ്കിൽ രണ്ടും തുല്യമാണെന്ന് ഗീവർഗീസ് എന്ന് പറയുന്ന ദൈവദാസൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എങ്കിൽ പിന്നെ എന്തിനു നിങ്ങൾ കൊണ്ടുപോയി രണ്ടാമതൊരു സ്ഥാനപ്പെടുത്തി? വേറെ ഏതെങ്കിലും അന്യദേവന്മാരുടെ നാമത്തിലാണോ സ്ഥാനപ്പെടുത്തിയേ? അല്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ പറയുന്ന ഈ കാര്യങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. ഇപ്പോൾ നിങ്ങൾ ഈ ഏകൻ എന്നുള്ളതിന് അടുത്ത സൊല്യൂഷൻ കണ്ടുപിടിച്ചോട്ട് വരണം. അപ്പോൾ അതിൻ്റെയും അബദ്ധം എന്താണെന്ന് പിന്നീട് പുറകെ അടുത്ത വീഡിയോയിൽ വരും. ഇപ്പം യഹോവയായ ദൈവം കോരശിനെയും ദൈവത്തിൻ്റെ ആത്മാവിനെ അയച്ചു എന്ന് പഠിപ്പിച്ചപ്പോൾ വന്ന അബദ്ധം മനസ്സിലായല്ലോ. സകലത്തിൻ്റെ സൃഷ്ടാവ് ആരായി മാറി? കോരശായി മാറി. യേശുവിനെ തള്ളിക്കളഞ്ഞ് യഹോവയെ തള്ളിക്കളഞ്ഞ് ഇപ്പോൾ കോരശാണ് സകലത്തിൻ്റെ സൃഷ്ടാവ്. എന്തിനീ അബദ്ധങ്ങൾ പഠിപ്പിക്കേണ്ടി വരുന്നു? അപ്പോൾ എൻ്റെ പ്രിയ ശ്രോതാക്കൾക്ക് ഇത് മനസ്സിലായി കാണുന്നത് അവർക്ക് മനസ്സിലാകത്തില്ല. കാരണം അവരുടെ തലമുറയിൽ വേറെ സ്ഥാനം ഇരിക്കുക. മനസ്സിലാകാനാണെന്നെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോ മതി കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അപ്പോൾ കൂടുതൽ യാഥാർത്ഥ്യങ്ങൾ ഇനിയും ഗ്രഹിപ്പിക്കാൻ ജനങ്ങളെ ഇനിയും പഠിപ്പിക്കേണ്ടതിന് നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എനിക്ക് അയച്ചു തരണമെന്ന് ഞാൻ വിനയപൂർവ്വം അപേക്ഷിക്കുക. പിന്നെ വേറൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ വചനത്തിൽ നിന്ന് ചോദിക്കും, അവരെനിക്ക് സിനിമയിൽ നിന്ന് മറുപടി തരും. ഇന്ന വിഷയത്തെ പരിഹസിപ്പാൻ ഏത് സിനിമയിലാണ് ഡയലോഗ് എന്ന് ചോദിച്ചാൽ കൃത്യം അവർ പറയും. എന്നാൽ ഇന്ന ചോദ്യത്തിന് മറുപടി ഏത് പുസ്തകത്തിലാണെന്ന് ചോദിച്ചാൽ അവർക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് യെശയ്യാപ്രവചനം 48-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം ഞാൻ പറഞ്ഞു കൊടുത്ത് വായിപ്പിക്കേണ്ടതായിട്ട് വന്നത്. ഗതികേട് മനസ്സിലാക്കണേ. പക്ഷേ എനിക്ക് സിനിമയുടെ ഡയലോഗൊക്കെ കറക്റ്റ് ഇട്ട് തരുന്നുണ്ട്. ഇവരുദ്ദേശിക്കുന്ന അതേ പരിഹാസം തന്നെ അതിനകത്തുണ്ട്. അപ്പോൾ അത് ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഞാൻ പ്രതീക്ഷിക്കുന്ന അടുത്ത പുതിയ സിനിമയുടെ പഴയ സിനിമയുടെ ഏതെങ്കിലും ആട്ടെ, അത് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പോഴും ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുന്നു, വചനത്തിൽ നിന്ന് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് വചനത്തിൽ നിന്ന് മറുപടി പറയാൻ നിങ്ങൾക്കുണ്ടോ? ഇല്ല എങ്കിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഞാൻ സ്നേഹത്തോട് പറയുകയാണ്, നിങ്ങൾ സത്യോപദേശത്തിലേക്ക് കടന്നു വരുവിൻ. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതുപോലെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. അതുതന്നെ പൗലോസ് അപ്പോസ്തലൻ ആശീർവാദം പറഞ്ഞല്ലോ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും എടുത്തു പറയുന്നുണ്ടല്ലോ 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളുടെ സത്യോപദേശത്തിലേക്ക് കടന്നു വരാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. അത് പുതിയ ഒരു വീഡിയോ ചെയ്യണമെന്ന് അവരാണ് തീരുമാനിക്കുന്നത്. അവർ തയ്യാറാണെങ്കിൽ അവരതിനുള്ള വഴി വെട്ടിത്തന്നാൽ പുതിയ വീഡിയോയുമായിട്ട് ഇനി വരും. ഇല്ല എങ്കിൽ പുതിയ ചിന്തയിലേക്ക് നമുക്ക് വീണ്ടും പ്രവേശിക്കാം. പുതിയ വചനചിന്തകളുമായിട്ട് എൻ്റെ ശ്രോതാക്കളുമായിട്ട് കൂടിക്കാണാം. അതുവരെയും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, സൂക്ഷിക്കട്ടെ. എല്ലാ ശ്രോതാക്കൾക്കും വീണ്ടും ഞാൻ എൻ്റെ നന്ദിയും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.